ഇന്നത്തെ ബിഗ് ബോസിലെ 2 പേരുടെ തള്ള് നമ്മൾ കണ്ടിരുന്നു. ഒന്ന് ഷാനവാസിന്റെ തള്ളാണ്. ആക്ച്വലി ഷാനവാസ് എന്തൊക്കെ ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ശേഷം ഗൾഫിലേക്ക് പോയ ഒരു ചരിത്രം വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് വക്രീകരിച്ചു കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. വായും തുറന്ന് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ആദില കൊച്ചി. ആക്ച്വലി അവൻ പറയണത് കേൾക്കുമ്പോഴേ അറിയാം അവൻ്റെ പ്രശ്നമാണ് അവൻ അവതരിപ്പിച്ചത്. അവൻ ആർക്കൊക്കെ പൈസ കൊടുത്തു, മാർവാടിയുടെ പൈസ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അവസാനം നഷ്ടം വന്നു, അവസാനം ഗൾഫിൽ പോയി, എന്നെ അവർ വിളിപ്പിച്ചു, അവർ സ്പെഷ്യൽ വിസ തന്ന് എന്നെ കൊണ്ടുപോയി. തള്ളി അങ്ങ് മറിക്കുന്നുണ്ട്. എനിക്ക് പക്ഷെ അതിനെക്കാട്ടി നല്ല ഇഷ്ടപ്പെട്ടൊരു വേറൊരു തള്ളുണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഇങ്ങനെ ഡെമോയൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ രേണു ചേച്ചി ഇത് കാണിക്കുന്നത്. ഈ അജാതി എന്തുവാ നിങ്ങൾ അറിഞ്ഞ AC വണ്ടിയിൽ പുള്ളിക്കാരത്തി എവിടെ കണ്ട പോയി. പ്രതീഷ് ചേട്ടനെ അവൾ ഓർമ്മകളിൽ അയവെട്ടുകയാണ്, അയവിറക്കുകയാണ്. പ്രതീഷ് ചേട്ടനുമായിട്ട് AC വണ്ടിക്കകത്ത് പോകുമ്പോൾ രണ്ട് പുറത്തുനിന്ന് പൂട്ടി ഗൈസ്. അങ്ങനെ പൂട്ടുന്ന ഒരവസ്ഥയിൽ അവർക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എനിക്കത് ഒട്ടും മനസ്സിലായില്ല. AC വണ്ടിക്കകത്ത് ഇവരെ പൂട്ടി, പിന്നെ ഇവരെങ്ങനെ പുറത്തിറങ്ങി? പക്ഷെ ഇവർ പുറത്തിറങ്ങി. ആദ്യം പ്രതീക്ഷ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി, എന്നിട്ട് തിരിഞ്ഞു ചാടാൻ പറഞ്ഞെന്നാ മറിഞ്ഞു ചാടാൻ പറഞ്ഞെന്നാ കണ്ട പറഞ്ഞെന്ന്. പക്ഷെ പുള്ളിക്കാരത്തി തിരിഞ്ഞും മറിഞ്ഞും ചാടാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാടി ഇറങ്ങിയ രേണു ഇങ്ങനെ മുമ്പോട്ട് കുറേ ദൂരം ഓടിയിട്ട് ബ്രേക്ക് കിട്ടാൻ വേണ്ടി പിറകോട്ടും കൂടെ കുറച്ച് ഓടി. മുമ്പോട്ട് ഓടിയിട്ട് പിന്നെ കുറച്ച് പിറകോട്ട് മുമ്പോട്ട് ഓടിയിൽ ദേ കിടക്കണ തല അടിച്ചങ്ങട് വീണു. ഇത് ഏതീന്നാ വീഴുന്നതെന്നറിയോ? ട്രെയിനിൽ നിന്ന് ഫുട്പാത്തിലേക്ക് തലയടിച്ച് വീണ ആ യുവതി അത്ഭുതകരമാവിധം രക്ഷപ്പെട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയോ? പ്രോഗ്രാമിൽ ചെന്നിരുന്നു. അപ്പോഴാണ് അനുമോൾ അവിടെ വന്നത്. അപ്പോൾ തലയ്ക്ക് അടി കിട്ടി കിറങ്ങിയിരിക്കുന്നത് കൊണ്ട് അനുമോളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ഓർമ്മകളിൽ പ്രതീക്ഷണനുമായിട്ടുള്ള ചുറ്റലുകൾ കൂത്തലുകൾ ഒക്കെ ഇങ്ങനെ അയവെട്ടുകയാണ്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടപ്പോഴേ മനസ്സിലായി തള്ളി മറിപ്പാണെന്ന്. വസ്തുത എന്താണെന്ന് അറിയാമോ? ഇപ്പം നടന്ന വിഷയത്തിലൊക്കെ തന്നെ നിസ്സഹായയായി ഒന്നും പറയാതെ നിഷ്പക്ഷത പാലിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മനസ്സിലായി അനുമോള് നന്നായിട്ട് കരയുന്നുണ്ട്. ആളുകൾ അങ്ങോട്ടാണ് കൂടുതൽ ചേരുന്നത്, എന്നാൽ നമുക്ക് അവിടെ പോയി നിൽക്കാം. പക്ഷേ അനുമോൾക്ക് പുറത്തു വെച്ച് തന്നെ മോശമായിട്ടുള്ളൊരു ധേയം ഇവളോട് ഉള്ളത് കൊണ്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ ഒരു ശ്രമം നടത്താം എന്നുള്ള രീതിയിലാണ് ആ വിശേഷം അവിടെ അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ പൊട്ടത്തിയായിട്ട് അഭിനയിക്കുന്നതാണോ അതോ പൊട്ടത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. മൊത്തത്തിൽ ശോകം, ദാരിദ്ര്യം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇമാതിരി ഒരു കഥ ഇനി വേറെ ആരും പറയാനില്ല. AC കോച്ച് യാത്രകൾ വരുന്നു, ചാടി ഇറങ്ങുന്നു, മുമ്പോട്ട് പോകുന്നു, ബ്രേക്ക് ഇട്ടിട്ട് ബാക്കിലോട്ട് വരുന്നു, അവിടെ തലയിടിച്ച് വീഴുന്നു, എന്നിട്ട് രക്ഷപ്പെട്ടു. യച്ചാതിയില്ലേ? ഞാനെങ്ങനെയാണോ ആണെങ്കിൽ കോമ സ്റ്റേജിൽ പോയിട്ട് ഒരു 10 കൊല്ലത്തേക്ക് അവിടെ കിടന്നു പോയാനായിരുന്നു. എഴുന്നേക്കാൻ പറ്റത്തില്ല. ട്രെയിനിനൊക്കെ ചാടിയുള്ള അവസ്ഥ, അതും പൂട്ടിയിട്ടിട്ട് പോയി. അതാരായിരിക്കും ഇപ്പം പ്രതീക്ഷനെ ഇതിനെയും കൂടെ ഒരു ബോഗിക്കകത്തിട്ട് പൂട്ടിയത്? ആയവനായിരുന്നാലും കൊള്ളാടാ ദ്രോഹി, പച്ചദ്രോഹിയാണ്ടാ നീ. ഒരു പാവപ്പെട്ട പെങ്കൊച്ചിന്, അതും വിധവയായ സുധിച്ചേട്ടൻ്റെ സ്വന്തം പ്രാണപ്രിയശ്ശരിയെ അജാതി ചെയ്തെല്ലാം ചെയ്യാമോടാ വാഴേ. അടുത്ത ടെസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പോയിരിക്കുന്നു. അവിടെ 2 ടീമാണ്. അനുവിനൊപ്പം ഒരാളും ജിസലിൻ്റെ ഒപ്പം ഒരു ടീമും. അങ്ങനെ 2 ടീമായിട്ട് അവിടെ ആൾറെഡി അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ കൗരവർക്കൊപ്പം നിൽക്കണം, പാണ്ഡവർക്കൊപ്പം നിൽക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള 2 പോകും. അതിൽ ഈ 2 ഉണ്ട്. ഒന്ന് ഷാനവാസ്, ഒന്ന് ഇത്. ഒന്നിൽ പിന്നെയും 2 അങ്ങനെ പോകാതെ നിൽക്കുന്നുണ്ട്. അനീഷ് പിന്നെ ഒരു പോട്ടം, ഒന്നും പറയണ്ട, എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പുറത്തും വന്നിട്ട് നുണ കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് നുണച്ചിയാണ്. പക്ഷേ നിരുപാധികപരമായ നുണയാണ് പറയണത്. ഈ ജിസേല് സ്റ്റുപ്പിഡെന്ന് ഇടിയേറ്റെന്നും ഒക്കെ വിളിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷെ അവളും അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. നീ കേട്ടൂടി, നീ എങ്ങനെ കേട്ടു? അവളങ്ങനെ വിളിച്ചത് നീ കേട്ടില്ല? കേട്ടല്ലോ, ഞാൻ കേട്ടല്ലോ എന്നാ പറയുന്നത്. എന്തായാലും രേണു കളി തുടങ്ങി ഗൈസ്. എന്തരാവോ എന്തോ, പിടിച്ച് പുറത്താക്കേണ്ട സാധനം അവിടെ കൂടുതൽ നാൾ നിൽക്കാനാണ് ചാൻസ്. അത് വോട്ട് കൊണ്ടൊന്നുമല്ല. ഇവളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പ്രതീക്ഷയാണ് ബിഗ് ബോസിനുള്ളത്. അനുമോള് ഈ കരച്ചിൽ നാടകം കാണിക്കരുത് എന്ന് വിലക്കിയിട്ടും അതും കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ നീരസം ബിഗ് ബോസിനുണ്ടാവും. ഇന്നലത്തെ ഒരു ഷോ ഒഴിച്ചാൽ അതിന് മുമ്പുള്ള കരച്ചിലൊക്കെ നമുക്ക് ഒരുമാതിരി ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു അനുവിൻ്റെത്. ഇന്നത്തെ അനു എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടി എന്തോ ഞാനങ്ങ് സാധിച്ചു എന്ന ടീമിൽ നിൽക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ജിസേൽ വെറും വേസ്റ്റ്, വളരെ മോശം. സോ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.